പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 29 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ. ആർക്കാണ് ആദ്യത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത്? ഏത് ഇനത്തിലാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത്? ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യത്തെ മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? ഷൂട്ടിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഷൂട്ടിംഗ് എന്ന ഇനത്തിലാണ് ആദ്യത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഷൂട്ടർ ആയിട്ടുള്ള മനു ഭാക്കറിനാണ് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ആദ്യത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ബ്രോൺസ് മെഡൽ ആണ്, വെങ്കല മെഡൽ ആണ് ഇന്ത്യൻ ഷൂട്ടർ മനു ഭാക്കറിന് ലഭിച്ചിട്ടുള്ളത്. ഇതിലൂടെ മനു ഭാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വ്യക്തിയായിട്ട് മാറി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന താരം. അതേപോലെ തന്നെ ഷൂട്ടിങ്ങിലും ആദ്യത്തെ ഒരു വനിതയാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. ഇത് മനു ഭാക്കർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ഏത് രാജ്യമാണ്? ചൈനയാണ്. ചൈന 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിലാണ് ചൈനയ്ക്ക് ആദ്യത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചൈനയാണ് ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ചൈനയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് മനു ഭാക്കർ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് KD ജാദവ്. 1952 ഹെൽസിംഗ് ഒളിമ്പിക്സിലാണ് KD ജാദവിനെ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തി. അതേപോലെ ആദ്യത്തെ വനിത ഒളിമ്പിക് മെഡലിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് വെയ്റ്റ് ലിഫ്റ്റർ കർണ മല്ലേശ്വരിയാണ്. കർണ മല്ലേശ്വരി 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ആദ്യത്തെ മെഡൽ നേടിയിട്ടുള്ള വനിത. ബ്രോൺസ് മെഡൽ ആണ് കർണ മല്ലേശ്വരി നേടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആദ്യത്തെ ഗോൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര, റൈഫിൾ ഷൂട്ടർ ആയിട്ടുള്ള അഭിനവ് ബിന്ദ്ര 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ. ഇപ്പം മനു ഭാക്കർ ഷൂട്ടിങ്ങിൽ ആദ്യ മെഡൽ കരസ്ഥമാക്കി. KD ജാദവ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തി. കർണ മല്ലേശ്വരി ആദ്യത്തെ വനിത മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള താരം. അതേപോലെ തന്നെ അഭിനവ് ബിന്ദ്ര ആദ്യത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള താരം. 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം 15 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള യജ്ഞം ഏത് മന്ത്രാലയമാണ് ഏറ്റെടുത്തത്? പ്രതിരോധ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വരാൻ പോകുന്ന 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 15 ലക്ഷം ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. ഏക് പേഡ് മാ കെ നാം എന്ന ക്യാമ്പയിൻ, ഇതിന്റെ ഭാഗമായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 15 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. 2024 ജൂൺ 5-ാം തീയതിയാണ് ഏക് പേഡ് മാ കെ നാം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ഇത് വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഏക് പേഡ് മാ കെ നാം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഇത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1972 അടുത്ത വർഷം, അതായത് 1973 ജൂൺ 5-ാം തീയതി യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP നയിച്ചിട്ടുള്ള ആദ്യത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. 1973 മുതലാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 46ാമത് ലോക പൈതൃക സമിതി സെഷനിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ എത്ര പുതിയ സൈറ്റുകൾ ചേർത്തു? 25 പുതിയ സൈറ്റുകൾ. 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പ്രാവശ്യം 25 പുതിയ സൈറ്റ് ആണ് ചേർത്തിട്ടുള്ളത്, അതായത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ. 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം എന്ന സ്ഥലത്താണ്. 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷൻ ഇത് ഇന്ത്യയിലെ ഏത് സൈറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യയിലെ ആസാമിലുള്ള മൊയ്താംസ് എന്ന സൈറ്റ് ആണ് 46ാമത്തെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ 43ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് 2024 ജൂലൈ 26-ാം തീയതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ വേൾഡ് ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഈ ഒരു സൈറ്റിന്റെ എണ്ണത്തിൽ ഇന്ത്യ 6-ാം സ്ഥാനത്താണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറ്റലി. തൊട്ടുപുറകെ ചൈന, 3-ാം സ്ഥാനത്ത് ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, 6ാമത്തേത് ഇന്ത്യ. ഏറ്റവും കൂടുതൽ യുനെസ്കോ സൈറ്റ് ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇറ്റലിയാണ്. ഇന്ത്യ 6-ാം സ്ഥാനത്ത്.
2024 ജൂലൈ 27 നടന്ന നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ തീം എന്തായിരുന്നു? വികസിത് ഭാരത് @2047. 2024 ജൂലൈ 27 നടന്നിട്ടുള്ള നീതി ആയോഗിന്റെ 9ാമത്തെ ഗവേണിംഗ് കൗൺസിൽ ഇതിലെ തീം ആയിരുന്നു വികസിത് ഭാരത് @2047. 9ാമത്തെ ഗവേണിംഗ് കൗൺസിൽ ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ജൂലൈ 27 അതായത് 2047 കൂടി ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി, വികസിത രാജ്യമായിട്ട് മാറണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ വെച്ചാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ശ്രീ സുമൻ ബെറി. അദ്ദേഹത്തിന് ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഇപ്പോൾ സുമൻ ബെറി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി. പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെ? കെ കൈലാസനാഥൻ. ഇപ്പോൾ കെ കൈലാസനാഥനാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്. പുതുച്ചേരിയിൽ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് ഉള്ളത് കെ കൈലാസനാഥൻ. ഇദ്ദേഹം മുൻ IAS ഓഫീസർ ആയിട്ടുള്ള കെ കൈലാസനാഥൻ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസർ ആയിരുന്നു. കൂടാതെ 9 സംസ്ഥാനങ്ങളിൽ ഗവർണേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. പുതിയ ഗവർണേഴ്സ് ആണ് രാജസ്ഥാനിലെ ഹരിബാവു കിസാൻ റാവു ബാഗ്ഡെ, തെലങ്കാന ജിഷ്ണു ദേവ് വർമ്മ, സിക്കിം ഓം പ്രകാശ് മാറ്റൂർ, ജാർഖണ്ഡ് സന്തോഷ് കുമാർ ഗൻവാർ, ഛത്തീസ്ഗഡ് രമൻ ദേഖ, മേഘാലയ CH വിജയശങ്കർ, മഹാരാഷ്ട്ര CP രാധാകൃഷ്ണൻ, പഞ്ചാബ് ഗുലാബ് ചന്ദ് കട്ടാരിയ, ആസാം ആൻഡ് മണിപ്പൂർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആണ് കെ കൈലാസനാഥൻ. 2024 വനിതാ T20 ഏഷ്യ കപ്പ് നേടിയ രാജ്യം ശ്രീലങ്ക. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ഇന്ത്യ ശ്രീലങ്കയായിരുന്നു. ഇതിൽ ശ്രീലങ്കയാണ് വിജയിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിലെ ഡാമുള സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരമായിരുന്നു വിമൻസ് T20 ഏഷ്യ കപ്പ് ഫൈനൽ മത്സരം. ഇതിൽ ശ്രീലങ്ക 8 വിക്കറ്റിന് വിജയിച്ചു. ആദ്യമായിട്ടാണ് ശ്രീലങ്ക T20 ഏഷ്യ കപ്പ് വിജയിക്കുന്നത്. T20 ഏഷ്യ കപ്പ് മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് ഹർഷിത മാധവി ശ്രീലങ്കയുടെ, അതേപോലെ തന്നെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശ്രീലങ്കയുടെ സ്കിപ്പർ ആയിട്ടുള്ള ചമേരി അട്ടപ്പട്ടുവാണ്. 8ാമത്തെ സീരീസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ വിമൻസ് T20 ഏഷ്യ കപ്പ്. ഇതിൽ ഇന്ത്യ 7 പ്രാവശ്യം, 1 പ്രാവശ്യം ശ്രീലങ്കയും വിജയിച്ചു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. അതായത് എല്ലാ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ വൺ ഡേ ഇന്റർനാഷണൽ, ടെസ്റ്റ് മത്സരം, T20 മത്സരം, ഈ 3ലും ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. മെഡിക്കൽ ഒഴിപ്പിക്കലിനായി ഇന്ത്യ സമ്മാനിച്ച ഒരു ഡോണിയർ വിമാനവും 2 ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കാൻ പുനരാരംഭിച്ച രാജ്യം മാൽഡീവ്സ്. ഇന്ത്യയുടെ ഡോണർ വിമാനവും അതുപോലെ തന്നെ 2 ഹെലികോപ്റ്റേഴ്സും അതിന്റെ സർവീസ് നിർത്തലാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു സർവീസ് വീണ്ടും ആരംഭിച്ചു. ഇത് മെഡിക്കൽ ഇവാക്വേഷന് വേണ്ടിയാണ്. അതായത് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സും ഡോണർ വിമാനവും ഇതിന്റെ സർവീസ് വീണ്ടും പുനരാരംഭിച്ചു. കഴിഞ്ഞ നവംബറിലായിരുന്നു മാൽഡീവ്സിന്റെ പ്രസിഡന്റ് മാറിയിട്ടുള്ളത്. ഇപ്പോഴത്തെ മാൽഡീവ്സിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയ്സ്. അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള നല്ലൊരു ബന്ധം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് മൊയ്സ് ഓർഡർ നൽകിയിരുന്നു. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ആർമിയെ മാൽഡീവ്സിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ മാൽഡീവ്സ് ഗവൺമെന്റ് വീണ്ടും ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുമ്പോൾ മാൽഡീവ്സിൽ ഇപ്പോൾ വീണ്ടും ഡോണർ വിമാനവും ഹെലികോപ്റ്റർ സർവീസും ആരംഭിച്ചിട്ടുള്ളത്. 2024 CRPF റേസിംഗ് ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? 27 ജൂലൈ 2024. 1939 ജൂലൈ 27 CRPF സ്ഥാപിതമായിട്ടുള്ളത്. 1939. CRPFന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാൽ സിംഗ്. 2024 ജൂലൈ 28 ബെൽജിയൻ ഗ്രാൻഡ് പ്രി വിജയ് ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ബെൽജിയൻ ഗ്രാൻഡ് പ്രിയിൽ ലൂയിസ് ഹാമിൽട്ടൺ ആണ് വിജയിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 23ഓളം ഗ്രാൻഡ് പ്രി ആണുള്ളത്. ഇതിൽ ബെൽജിയൻ ഗ്രാൻഡ് പ്രി നേടിയിട്ടുള്ളത് ലൂയിസ് ഹാമിൽട്ടൺ ആണെങ്കിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് ജോർജ് റസൽ ആണ്.
എന്നാൽ ജോർജ് റസ്സൽ ഉപയോഗിച്ച കാർ അണ്ടർവെയ്റ്റ് ആയിട്ട് കണ്ടെത്തുകയും ജോർജ് റസ്സലിനെ ഈ മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ആവുകയും ചെയ്തു. അതനുസരിച്ച് രണ്ടാമത് വന്നിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടനെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇന്ത്യൻ സർക്കാരിന്റെ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ആം ആദ്മി ബീമ യോജന ഇത് അപകട മരണങ്ങളും അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള സമ്പൂർണ്ണ വൈകല്യം, ഭാഗികമായിട്ട് സ്ഥിരമായിട്ടുള്ള വൈകല്യം സംഭവിച്ചവർക്ക് നൽകുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യത്തെ മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ്? ഷൂട്ടിംഗ്. 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം 15 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള യജ്ഞം ഏത് മന്ത്രാലയമാണ് ഏറ്റെടുക്കുന്നത്? പ്രതിരോധ മന്ത്രാലയം. 46ാമത് ലോക പൈതൃക സമിതി സെഷനിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ എത്ര പുതിയ സൈറ്റുകൾ ചേർത്തു? 25 പുതിയ സൈറ്റുകൾ. 2024 ജൂലൈ 27 നടന്ന നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ തീം എന്തായിരുന്നു? വികസിത് ഭാരത് @2047. പുതുശ്ശേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെ? കെ കൈലാസനാഥൻ. 2024 വനിതാ T20 ഏഷ്യ കപ്പ് നേടിയ രാജ്യം ശ്രീലങ്ക. മെഡിക്കൽ ഒഴിപ്പിക്കലിനായി ഇന്ത്യ സമ്മാനിച്ച ഒരു ഡോണർ വിമാനവും 2 ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കാൻ പുനരാരംഭിച്ച രാജ്യം മാൽദ്വീപ്. 2024 CRPF റേസിംഗ് ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? 27 ജൂലൈ 2024. 2024 ജൂലൈ 28 ബെൽജിയൻ ഗ്രാൻഡ് പ്രി വിജയി ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. ഇന്ന് ജൂലൈ 29. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.